UDF-ഉം LDF-ഉം ആദ്യമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്തനാപുരമാണെന്ന് നമുക്ക് പറയാം. KB ഗണേഷ് കുമാറും ജ്യോതികുമാർ ചാമക്കാലയും തന്നെ ആയിരിക്കും ഏകദേശം ഇപ്പോൾ ഉറപ്പാണ്. കൊടിയുടെ നിറത്തോട് ഭയങ്കരമായ ഒരു അഡിക്ഷൻ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം വികസനത്തെക്കുറിച്ചാണ് നാട്ടിലുള്ള ആളുകൾ ചിന്തിക്കുന്നത്. KB ഗണേഷ് കുമാർ കഴിഞ്ഞ 25 വർഷമായിട്ട് എന്ത് ചെയ്യപ്പെട്ടു, ഇതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. അവിടെയാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. KB ഗണേഷ് കുമാറിന് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ആ KB ഗണേഷ് കുമാറിനെ അട്ടിമറിക്കണമെന്നുണ്ടെങ്കിൽ അത് ജ്യോതികുമാർ ചാമക്കാലയെ സംബന്ധിച്ചിട്ട് വലിയൊരു ടാസ്ക്കാണ്. എൻ്റെ ശരിയെ തെറ്റാണെന്ന് മറ്റൊരുത്തൻ പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം അത് KB ഗണേഷ് കുമാറിന് ഇപ്പോൾ ഉള്ളത്. നമസ്കാരം, വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ് പത്തനാപുരം. 2001 മുതൽ KB ഗണേഷ് കുമാറാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഇനി 2026 പത്തനാപുരത്തിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയായിരിക്കും? KB ഗണേഷ് കുമാർ UDF-ൽ നിന്നും LDF-ൽ നിന്നും മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പത്തനാപുരം എന്ന് പറയുന്നത്. പത്തനാപുരത്ത് ആദ്യമായിട്ട് KB ഗണേഷ് കുമാർ മത്സരിക്കുന്നത് തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം സാഹചര്യവശാൽ നമുക്കറിയാം സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം UDF വിട്ട് LDF-ൽ എത്തുകയും കുറച്ച് നാളൊക്കെ അദ്ദേഹം അനാഥമായിട്ട് ഇങ്ങനെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് LDF-ന്റെ ഭാഗമായിട്ട് അദ്ദേഹം മാറുന്നൊരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ ഇതിനു മുമ്പ് ജഗദീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം LDF-ൽ പോയ സമയത്ത് ജഗദീഷ് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് അദ്ദേഹത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പത്തനാപുരത്ത് വിജയിച്ച ഒരാളാണ് KB ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും 25 വർഷക്കാലം ഒരാൾ MLA ആയിട്ട് ഒരേ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ചില എതിർപ്പുകൾക്ക് കാരണമാകും. പണ്ട് സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറ് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ 50 വർഷവും 40 വർഷവും ഒക്കെ MLA ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് സ്വീകാര്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീകാര്യൻ തന്നെയാണ് പലർക്കും. കാരണം ഏതൊരു വീട്ടിൽ കയറി ചെല്ലാനും എല്ലാവരോടും ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ അവരുടെ ഒരു സ്വന്തം ജ്യേഷ്ഠനാണ് സഹോദരനാണ് എന്ന തോന്നലൊക്കെ ഉണ്ടാക്കാനായിട്ട് KB ഗണേഷ് കുമാറിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് കഴിഞ്ഞ 25 വർഷമായിട്ട് വിജയിച്ചു പോരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. എങ്കിൽ തന്നെയും 2021 മുതൽ സാഹചര്യത്തിന് കുറച്ച് മാറ്റമുണ്ട്. ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന നമുക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്ഥിരം നമ്മളെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ജ്യോതികുമാർ ചാമക്കാല. ജ്യോതികുമാർ ചാമക്കാല 2021 ശക്തമായ ഒരു മത്സരം പത്തനാപുരത്ത് കാഴ്ചവെച്ചു. അതിനുശേഷം പിന്നീട് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു എങ്കിൽ തന്നെയും പത്തനാപുരം വിട്ടുപോകാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം പത്തനാപുരത്ത് തന്നെ ഒരു വീടെടുത്ത് അവിടെ തന്നെ താമസിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. അവിടുത്തെ ഓരോ ദൈനംദിന പ്രവർത്തനങ്ങളിലും അവിടുത്തെ ഓരോ മനുഷ്യരുടെയും ദൈനംദിന ജീവിതത്തിലും ഇടപെടുന്ന ഒരു ജ്യോതികുമാർ ചാമക്കാലയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ജ്യോതികുമാർ ചാമക്കാലയും KB ഗണേഷ് കുമാറും തമ്മിൽ തന്നെ ആയിരിക്കും 2026 പത്തനാപുരത്ത് മത്സരം നടക്കുക എന്ന കാര്യത്തിൽ ഇനി ഒരു സംശയം വേണ്ട. കാരണം UDF-ഉം LDF-ഉം ആദ്യമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്തനാപുരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം 2026 അവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് പത്തനാപുരത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് KB ഗണേഷ് കുമാറും ജ്യോതികുമാർ ചാമക്കാലയും തന്നെ ആയിരിക്കും ഏകദേശം ഇപ്പോൾ ഉറപ്പാണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ആർക്കാണ് വിജയം എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോഴും ഒരു തട്ട് ആരുടെയാണ് മുൻപിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KB ഗണേഷ് കുമാറിൻ്റേത് എന്ന് പറയേണ്ടി വരും. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് സാധിക്കുന്നുണ്ട്. 2021 പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഗണേഷ് കുമാറിന്റെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ഒരുപാട് വികസന വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം പല ഗ്രാമപ്രദേശങ്ങളിൽ പോവുകയും പല റോഡുകളുടെ അവസ്ഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം സോപ്പിടൽ രാഷ്ട്രീയത്തിലൂടെ മാത്രം മുൻപോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതിന് KB ഗണേഷ് കുമാറിനും ഏകദേശം ഇപ്പോൾ ഒരു ധാരണ എത്തിയിട്ടുണ്ട്. KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന മന്ത്രി തന്നെയാണ് KB ഗണേഷ് കുമാർ. കാരണം വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പൊ മുഖ്യമന്ത്രി പോലും എതിർത്ത പല തീരുമാനങ്ങളും അദ്ദേഹം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത സ്വീകാര്യത ഉള്ളതും അതോടൊപ്പം തന്നെ KSRTC വിഷയത്തിലൊക്കെ അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകൾ ഈ കഴിഞ്ഞ ഹർത്താലിന്റെ സമയത്തും CITUവിനെ പോലും എതിർത്തുകൊണ്ട് KSRTC ബസ് നിരത്തിലിറങ്ങും, അതിനൊരു സംശയം വേണ്ട, തടയാൻ വന്നു കഴിഞ്ഞാൽ പോലീസിനെ ഉപയോഗിച്ച് നേരിടും എന്നൊക്കെ പറയാനുള്ള ഒരു ആർജവം കാണിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് KB ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ 25 വർഷം. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
നാടിൻ്റെ വികസനം എന്ന് പറയുന്നത്. കാരണം ഇപ്പം നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഏത് പാർട്ടി വിജയിച്ചു അല്ലെങ്കിൽ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനം, അല്ലെങ്കിൽ കെ ബി ഗണേഷ് കുമാർ വിജയിക്കുന്നോ ജ്യോതികുമാർ ചാമക്കാല വിജയിക്കുന്നോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. ഇപ്പോഴത്തെ ആളുകൾ ചിന്തിക്കുന്ന കാര്യം എന്താണ്? പണ്ടൊക്കെ ആയിരുന്നു ഈ മറ്റേ കൊടിയുടെ നിറത്തോട് ഭയങ്കരമായ ഒരു അഡിക്ഷൻ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം വികസനത്തെക്കുറിച്ചാണ് നാട്ടിലുള്ള ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ വണ്ടി വളരെ സുഗമമായിട്ട് പോകുന്നുണ്ടോ, ട്രാഫിക് ജാം ഇല്ലാതെ എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് തൊട്ടടുത്ത പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മരുന്നുണ്ടോ, അല്ലെങ്കിൽ റേഷൻ കടകളിൽ അരിയുണ്ടോ? കാരണം പത്തനാപുരം എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലായിട്ടും ഗ്രാമപ്രദേശങ്ങളും മലമ്പ്രദേശങ്ങളും ഒക്കെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് പത്തനാപുരം എന്ന് പറയുന്നത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് പത്തനാപുരം. പത്തനാപുരം ടൗൺ എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ് എങ്കിൽ തന്നെയും അതിൻ്റെ ഉൾപ്രദേശങ്ങളൊക്കെ ഗ്രാമീണ മേഖലകളാണ്. അപ്പോൾ അവിടങ്ങളിലേക്കുള്ള സഞ്ചാരം, അവിടുത്തെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട്, അതിനു വേണ്ടിയിട്ട് കെ വി ഗണേഷ് കുമാർ കഴിഞ്ഞ 25 വർഷമായിട്ട് എന്ത് ചെയ്യപ്പെട്ടു, ഇതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. അവിടെയാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 25 വർഷക്കാലം കെ ബി ഗണേഷ് കുമാറിന് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ഈ ഗവേഷണങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ആ മേഖലയിൽ പോയിട്ട് അവരെ ബോധവൽക്കരിക്കുകയാണ്. നിങ്ങളുടെ MLA ഇത്ര വർഷമായിട്ട് ഇത് നിങ്ങൾക്ക് തന്നില്ലല്ലോ, ഇനി നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെമാര് കെ വി ഗണേഷ് കുമാർ അങ്ങനത്തെ ഒരു ഈസി വിന്നായിരിക്കില്ല. കാരണം പല ആളുകളെയും അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരും. പല പ്രദേശങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും പല പല ചോദ്യങ്ങൾ വരും. കാരണം ഒരു ചോദ്യങ്ങൾ ഉയരുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്ന സമയത്താണ് ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അവിടെയുള്ള ആളുകളെ ഇതൊക്കെ നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ ഇവിടെ വികസനം എത്തിയിട്ടില്ല, മറ്റു പ്രദേശങ്ങളിലൊക്കെ ഇതേപോലെയുള്ള മറ്റു പ്രദേശങ്ങളിലൊക്കെ വികസനം എത്തിയിട്ടുണ്ട്, റോഡുകൾ എത്തിയിട്ടുണ്ട്, കുടിവെള്ളം എത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ബോധവൽക്കരണം. അതോടൊപ്പം തന്നെ ജ്യോതികുമാർ ചാമക്കാലയുടെ ചില ഫേസ്ബുക്ക് റീലുകളും ഇൻസ്റ്റാഗ്രാം റീലുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സിനിമാറ്റിക്കായി പോകുന്നുണ്ടോ എന്ന ചില സംശയങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹം ഗ്രാമീണ മേഖലകളിൽ കൂടെയൊക്കെ ചെന്നിട്ട് ഒരു ഗ്രാമപ്രദേശത്തോട് ഒരു ചെളി പിടിച്ച റോഡിൽ കൂടിയൊക്കെ നടന്നു പോകും. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതായിട്ടാണ് നിരന്തരം ഇടുന്നതാണ് പോസ്റ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ ഈ റീലുകളുടെ ഒരു അബദ്ധം എന്താണെന്ന് അറിയാമോ? കാരണം ചിലപ്പോഴൊക്കെ ഇതങ്ങോട്ട് ഓവറായി പോകുമോ എന്നൊരു ഓൾറെഡി റീൽ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള ചില സംശയങ്ങൾ ആളുകളിൽ. പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ആ ഉദ്ദേശശുദ്ധിയെ ഇതുമില്ല. കാരണം പിന്തിരിയുന്നത് മാത്രമല്ല, ഇപ്പൊ റീൽ എന്നുള്ളൊരു ആരോപണം വരികയാണ്, ഇതിന്റെ റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് വരിക. പക്ഷെ അവിടെ ചെന്ന് ആരും അന്വേഷിക്കാനില്ലാത്ത, ആരും കൈ കൊടുക്കാത്ത ആളുകൾക്ക് കൈ കൊടുക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ജ്യോതികുമാർ ചാമക്കാല അവിടെ സ്വീകാര്യനാവും. കാരണം ഒരു ചിരിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടാവുന്നേ, ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഈ പട്ടിണി പാവം പിടിച്ച മനുഷ്യർ, അവർക്ക് ഒരു ചാക്ക് അരി കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ജ്യോതികുമാർ ചാമക്കാല ഇപ്രാവശ്യം ഒരുപാട് സ്കൂൾ ബാഗുകൾ, പുസ്തകങ്ങൾ, ബുക്കുകൾ ഇതൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഗണേഷ് കുമാറും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഗണേഷ് കുമാറിന് നേരെ ഉണ്ടായിട്ടുള്ള ചില വ്യക്തിപരമായ ചില ആരോപണങ്ങൾ, അത് ഒരു പക്ഷേ ഈ സമൂഹം ഇപ്രാവശ്യം വളരെ ഗൗരവമായിട്ടൊന്ന് ചർച്ച ചെയ്തേക്കാം. ഒരു MLA മാറി വരണം എന്ന ഒരു തോന്നൽ അവിടെ ആളുകൾക്ക് ഉണ്ടാവാം. പക്ഷേ എങ്കിലും ജാതി സമവാക്യങ്ങളൊക്കെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. NSSന്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു MLA ആണ് കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും NSSുമായിട്ടുള്ള പാലം എന്ന് പറയുന്നത് തന്നെ കെ ബി ഗണേഷ് കുമാറാണ്. അത്രയൊക്കെ പ്രാധാന്യം NSS കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കെ ബി ഗണേഷ് കുമാറിനെ അട്ടിമറിക്കണമെന്നുണ്ടെങ്കിൽ അത് ജ്യോതികുമാർ ചാമക്കാലയെ സംബന്ധിച്ചിട്ട് വലിയൊരു ടാസ്ക്കാണ്. ഈ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കെ വി ഗണേഷ് കുമാറിനെ അട്ടിമറിക്കാൻ സാധിച്ചാൽ ജ്യോതികുമാർ ചാമക്കാലയുടെ തന്നെ ഒരു പരിശ്രമത്തിന്റെ, ഒരു കഠിനാധ്വാനത്തിന്റെ റിസൾട്ട് ആയിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിനു മുമ്പ് ഇതുപോലെ പരാജയപ്പെട്ടിട്ടും ആ മണ്ഡലം കൃത്യമായി നോക്കുകയും അവിടെയുള്ള ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത് കരുനാഗപ്പള്ളിയിലെ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള CR മഹേഷാണ്. പല ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മണ്ഡലം കിട്ടും, അവിടെ പോയി മത്സരിച്ച് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കത്ത പോലുമില്ല. കഴിഞ്ഞ 2021 UDF മത്സരിച്ച 140 മണ്ഡലങ്ങളിൽ UDF മത്സരിച്ചിട്ടുണ്ട്. 42 ഇടത്ത് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. ബാക്കി 98 ഇടത്തും പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പരാജയപ്പെട്ട 98 ഇടത്തെയും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, അവരുടെ സംഭാവന എന്താണ് UDFന് വേണ്ടിയിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വട്ടപൂജ്യമായിരിക്കും. അപ്പോൾ UDF ആ ഒരു ഘടകം കൂടി പരിശോധിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഏതെങ്കിലുമൊക്കെ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ പിന്നീട് ആ മത്സരിച്ച മണ്ഡലത്തിൽ വേണ്ടയധികം ശ്രദ്ധ
നൽകിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇനി സീറ്റേ കൊടുക്കാൻ പാടില്ല. കാരണം മത്സരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചെല്ലുക, അവിടെയുള്ള ആളുകളുടെ അവസരം ഇല്ലാതാക്കുക, അവിടെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തുക, അവിടെയുള്ള ആളുകളെ കഷ്ടപ്പെടുത്തുക. ഓരോ നിയോജക മണ്ഡലത്തിലേക്കും ആളുകൾ ചെല്ലുന്ന സമയത്ത് ആ നിയോജക മണ്ഡലത്തിൽ ഈ ഏതൊരു പാർട്ടിക്ക് വേണ്ടി, ഇപ്പോൾ UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് കയ്യും മെയ്യും മറന്ന് ജോലി ഉപേക്ഷിച്ച് കുടുംബം ഉപേക്ഷിച്ച് ഒക്കെ പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പിന്നെ അവർക്കൊരു പ്രശ്നം വരുന്ന സമയത്ത്, ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്ക് കേസുകളുണ്ടാവും, പരസ്പര വാഗ്വാദങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടാവും. പിന്നെ അവരുടെ മുമ്പിൽ നിന്ന് നയിക്കേണ്ടവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നിയോജക മണ്ഡലത്തേക്ക് തിരിഞ്ഞെത്താത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിനൊക്കെ ഒരു അപവാദമാണ് നമ്മളുടെ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്നത്. അവിടെ പ്രവർത്തകർക്കൊപ്പം തോളിൽ കൈയിട്ടുകൊണ്ട് അദ്ദേഹം അവിടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്കാണെങ്കിലും അവിടെയുള്ള KSUക്കാർക്കാണെങ്കിലും ആവേശം പകരുന്ന ഒരു കാഴ്ച കോൺഗ്രസിനകത്തെ വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ പത്തനാപുരത്ത് ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത് ഒറ്റ പേര് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് ജ്യോതികുമാർ ചാമക്കാലയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം ആ നിയോജക മണ്ഡലത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും പലപ്പോഴും KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് KB ഗണേഷ് കുമാർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇദ്ദേഹം ഇവിടെ വന്ന് വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇഷ്ടങ്ങൾ ഒരുപക്ഷെ മറ്റൊരാളുടെ അനിഷ്ടമായിരിക്കാം, കാരണം എനിക്ക് ശരിയെന്ന് തോന്നുന്നു മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം. അപ്പോൾ എൻ്റെ ശരിയെ തെറ്റാണെന്ന് മറ്റൊരുത്തൻ പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം, അത് KB ഗണേഷ് കുമാറിന് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം അസ്വസ്ഥനാണ്. ഉദ്ദേശിക്കുന്ന പോലെ ഈ 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്നുള്ള കാര്യം കൃത്യമായ ഒരു ധാരണ ആർക്കുണ്ട്? KB ഗണേഷ് കുമാറിനുണ്ട്. അതുകൊണ്ട് തന്നെ KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് 2026 കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അത് കൂടാണ്ട് CPIയും KB ഗണേഷ് കുമാറുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. CPMനകത്ത് തന്നെ പ്രാദേശികമായിട്ടുള്ള ചില എതിർപ്പുകൾ KB ഗണേഷ് കുമാറിനെതിരായിട്ടുണ്ട്. പിന്നെ പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെയും നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരാളാണ് KB ഗണേഷ് കുമാർ എന്നൊരു തോന്നൽ പൊതുവായിട്ട് LDFനകത്തുണ്ട്. അപ്പോൾ ഒരു പക്ഷേ LDFനകത്തുനിന്ന് തന്നെ KB ഗണേഷ് കുമാറിനെ പാലം വലിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ജ്യോതികുമാർ ചാമക്കാലയുടെ സ്വപ്നം, കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിന് ഒരു റിസൾട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ജാതി സമവാക്യങ്ങളും അദ്ദേഹത്തിന് അനുകൂലമാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ടൈറ്റായിട്ടുള്ള മത്സരമായിരിക്കും. അവിടെ BJPയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോട്ട് ബാങ്ക് ഉള്ള ഒരു സ്ഥലമാണ് പത്തനാപുരം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായാലും ഇലക്ഷനാണ്, പൊതുജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ശക്തമായി തന്നെ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്തുണ്ട്. KB ഗണേഷ് കുമാറും മന്ത്രി വകുപ്പ് നോക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മണ്ഡലത്തിലാണ് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്. അങ്ങനെ മണ്ഡലത്തിൽ KB ഗണേഷ് കുമാറിനെ കൊണ്ട് കൂടുതൽ സമയം ചെലവഴിപ്പിക്കാനായിട്ട് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു വിജയമായിട്ട് നമ്മൾ കാണാനായിട്ട്. ഏതൊക്കെയായാലും 2026 തെരഞ്ഞെടുപ്പിന് ഇനി 8 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം.